കഴിഞ്ഞ ദിവസമാണ് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത്. അപ്പോൾ കുറേ പേർക്ക് സന്തോഷവും കുറേ പേർക്ക് ദുഃഖമായിരുന്നു. ആക്ച്വലി ആദില ഒരു സ്ട്രോങ് പ്ലെയറാണ്. ചില സമയത്തുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ആദില നല്ലൊരു കുട്ടിയായിരുന്നു. ആദില വെറുതെ ഒന്നുമല്ല എവിക്റ്റായി പോയത്. ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വലിയൊരു ബോംബിട്ടിട്ടാണ് ആദില പോയത്. ഇന്നത്തെ പ്രൊമോയിൽ അതിൻ്റെ വലിയ പൊട്ടിത്തെറികൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആദില എന്തോ വലിയൊരു ബോംബ് അവിടെ ബിഗ് ബോസ് വീട്ടിലിടുകയും അത് അക്ബറിനെതിരായും, അതായത് എന്തോ ഒരു പെർട്ടിക്കുലർ കാര്യം അത് അക്ബറിന് എഗെയിൻസ്റ്റ് ആയിട്ട് അനു പറഞ്ഞു എന്ന് ആദില പറഞ്ഞു. അത് അക്ബറിനെ അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേദനിപ്പിക്കുകയെന്ന് മാത്രമല്ല, ഫാമിലിയും, കാരണം ഈ ഒരു കാര്യം കേട്ടിട്ട് അക്ബർ കരയുന്നുണ്ട്. അപ്പോൾ അക്ബർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി കരയണമെങ്കിൽ അനുമോള് അതിന് മാത്രം എന്തോ ഒന്ന് അക്ബറിനെ പറഞ്ഞിട്ടുണ്ട്. അത് ആദിലയ്ക്കറിയാം. അതാണ് ആദില ഇന്ന് പറഞ്ഞത്. അക്ബർ ഇന്നത്തെ പ്രൊമോയിൽ കരയുന്നുണ്ട്. കരഞ്ഞ് പറയുവാണ് എൻ്റെ ഫാമിലിയെ പോലും ബാധിക്കുന്ന കാര്യമാണെന്ന്. അതായത് അത്ര എന്തോ വലിയൊരു കാര്യമാണ് ആദില അക്ബറിൻ്റെ അടുത്ത് അനു പറഞ്ഞു എന്ന്. സാധാരണ രീതിയിൽ അനു എല്ലാവരോടും പറയാറുണ്ട്, ഫാമിലിയെ തൊട്ട് കളിക്കരുത്, ഇമോഷൻ, സെൻറ്റിമെൻറ്റ്സ്, ഫാമിലി ബോണ്ടിങ്, ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അനു പറയാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവിടെ എന്താണ് പക്ഷെ നടക്കുന്നത്? അനു ബാക്കിയുള്ളവരുടെയൊക്കെ ഇമോഷൻസ് വെച്ച് കളിക്കുക, അതുപോലെ തന്നെ എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ ബിൻസിയുടെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലീവ്ലെസ് ഇടുന്നത് അപ്പാനിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അനുമോളും സ്ലീവ്ലെസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യത്തിലും പറയും അച്ഛനമ്മയും വളർത്തുക, അച്ഛനമ്മയും തല്ലി വളർത്തുക, അച്ഛനമ്മയുടെയും സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ തന്നെ സദാചാരത്തെക്കുറിച്ച് ഇതെല്ലാം പറയുകയും ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അനുമോൾ പറഞ്ഞു, ജിസയിലും ആര്യനും കൂടിയിട്ട് ഒരു പുതപ്പിനടിയിൽ കിടന്നപ്പോൾ സദാചാരത്തെക്കുറിച്ച് പറഞ്ഞ അനുമോൾക്ക് നെവിൻ്റെ കൂടെ ഒരു പുതപ്പിനടിയിൽ കിടക്കാൻ കുഴപ്പമില്ല. ആദില എന്ന് പറയുന്നത് ലെസ്ബിയനാണ്, അവർക്ക് സ്ത്രീകളോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. സോ ആദിലയുടെ കൂടെ ഒരു പുതപ്പിനടിയിൽ കിടക്കുന്നതും അനുമോൾക്ക് പ്രശ്നമല്ല. പക്ഷേ അനുമോൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ബാക്കിയുള്ളവർ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അനുമോൾക്കുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയാണ് സൊസൈറ്റിയിൽ ഓരോ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഇങ്ങനെ എന്ത് അനുമോളിനെ കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ടല്ല പറയുന്നത്. എനിക്ക് അനുമോളിനെ പേഴ്സണലായിട്ട് പരിചയമില്ല. നമ്മളിത് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ മേല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന കമൻറ്റ്സ് ഞാൻ തന്നെ ഒത്തിരി ഡിലീറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അനുമോളുടെ PR വന്നിട്ട് അതിൽ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട് കമൻ്റ് ഇടും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുതന്നെയാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കും അനുമോളുടെ PR ആണ് എന്നെങ്ങനെ മനസ്സിലായി? ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏത് ഐഡിയിലാണോ കമൻറ്റ് വരുന്നത് ആ ID ഒന്ന് പോയി നോക്കിയാൽ മതി. ആകെ കൂടി കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ ഫോളോവേഴ്സ് ഇനിയിപ്പോൾ ചിലത് ഉണ്ടെങ്കിലും അവർക്ക് പോസ്റ്റ് ഉണ്ടാവില്ല, ഒരു പോസ്റ്റോ ഒന്നും ഇടില്ല. ഇനി അഥവാ ആരെങ്കിലും പോസ്റ്റോ എന്തെങ്കിലും റീൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തിൻ്റെയൊക്കെയോ ആണ്. ജെന്യൂൻ ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവാണ്. അങ്ങനെയാണ് നമുക്ക് ഇത് PR ആണോ ഒറിജിനൽ ആയിട്ടുള്ള ആരാധകരാണോ അങ്ങനെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും വലിയൊരു പൊട്ടിത്തെറി തന്നെ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ടാവും. ഞായറാഴ്ച ഫിനാലെയാണ്. ഫിനാലയ്ക്ക് മുമ്പ് എന്തോ ഒന്ന് വലിയതിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അനുമോൾക്ക് കപ്പ് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞു ഞാൻ അനുമോൾക്ക് കപ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന്, അത് തിരുത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. ആരാണ് ഇപ്രാവശ്യത്തെ സീസൺ 7 വിന്നർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.